ഹലോ ഗ്രീൻ മീഡിയസിലേക്ക് സ്വാഗതം. വാഴ, ദൃശ്യം, ആട്, പള്ളിച്ചട്ടമ്പി, ദുരൂഹ സാഹചര്യത്തിൽ മോഹിനിയാട്ടം തുടങ്ങിയ ചിത്രങ്ങളുടെ വെള്ളിയാഴ്ച ദിനത്തെ കളക്ഷൻ റിപ്പോർട്ടുകളിലേക്ക് കടന്നു വരാം. അതിനു മുന്നോടിയായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കണമെന്ന് അഭ്യർത്ഥിക്കുക ചെയ്യുകയാണ്. ഭരതനാട്യം എന്ന ചിത്രത്തിൻ്റെ കളക്ഷനിലേക്ക് വരികയാണെങ്കിൽ റെക്കോർഡ് കളക്ഷനാണ് സിനിമ നേടിയിരിക്കുന്നത്. ട്രാക്കിങ്ങിലൂടെ മാത്രമായി സിനിമ 8 ദിവസം കൊണ്ട് 7 കോടി കടന്നിരിക്കുകയാണ്. അതായത് 10 കോടിക്കടുത്ത് സിനിമയ്ക്ക് കേരള ബോക്സ് ഓഫീസിൽ നിന്ന് നേടാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. 8ാം ദിനത്തിലെ കളക്ഷൻ നമുക്ക് കാണാൻ കഴിയുന്നു. 457ഓളം ഷോകൾ, 47,000ഓളം ടിക്കറ്റുകൾ വിറ്റുപോയപ്പോൾ 80 ലക്ഷം രൂപയാണ് സിനിമയ്ക്ക് ഇന്ന് ട്രാക്ഡ് കളക്ഷനായി വന്നത്. അതായത് 1,20,00,000 രൂപയാണ് സിനിമയ്ക്ക് ഇന്നും കളക്ഷനായി വന്നിരിക്കുന്നത്. ഒരു ബ്ലോക്ക് ബസ്റ്ററായി മാറിയിരിക്കുകയാണ് ഈ ഒരു ചിത്രം. 7ാം ദിനത്തിൽ സിനിമയ്ക്ക് 1,02,00,000 രൂപയാണ് വന്നത്. അതായത് 1.5 കോടിക്കടുത്ത്. അതിന് തൊട്ട് മുമ്പത്തെ ദിനവും സിനിമയ്ക്ക് 1,20,00,000 രൂപയ്ക്ക് മുകളിൽ വന്നു ട്രാക്കിങ്ങിലൂടെ. അതിന് തൊട്ട് മുമ്പത്തെ ദിവസം 1,10,00,000 രൂപയോളമാണ് വന്നത്. അതായത് വമ്പൻ ഹിറ്റടിച്ചിരിക്കുകയാണ് സിനിമ. കേരള ബോക്സ് ഓഫീസിൽ നിന്ന് 10 കോടി കടക്കുമ്പോൾ വേൾഡ് വൈഡ് ആയിട്ട് സിനിമ 20 കോടിയോളം എത്തിയിട്ടുണ്ടാകാം എന്നുള്ള പ്രതീക്ഷ തന്നെയാണ്. അതിഗംഭീരമായിട്ടുള്ള ഒരു വിജയമാണ് മോഹിനിയാട്ടം നേടിയിരിക്കുന്നത്. അതായത് വമ്പൻ റിലീസുകൾക്കിടയിൽ വമ്പൻ 100 കോടി നേടിയ ചിത്രത്തിൻ്റെ ഇടയിൽ വന്നിട്ട് ഒരു ബ്ലോക്ക് ബസ്റ്റർ സ്റ്റാറ്റസ് അടിച്ച് മാറ്റിയിരിക്കുന്നു ഈ ഒരു ചിത്രം എന്ന് തന്നെ പറയാം. ആട് 3 25 ദിനങ്ങൾ കഴിഞ്ഞ് 30ാം ദിനത്തിലേക്ക് എത്തുമ്പോൾ 6 ഷോകൾ മാത്രമാണ് ട്രാക്ക് ചെയ്യപ്പെട്ടിട്ടുള്ളത്. ഇന്ന് 180ഓളം ടിക്കറ്റുകൾ വിറ്റുപോയപ്പോൾ ഫൈനൽ റൗണ്ട് എന്ന് തന്നെ പറയാം 38,000 രൂപയോളമാണ് സിനിമയ്ക്ക് ഇന്ന് കളക്ഷനായി വന്നിരിക്കുന്നത്. ഏകദേശം 50 ലക്ഷം രൂപയോളം ആണ് സിനിമയ്ക്ക് ഇന്ന് വരാൻ പോകുന്നത്. ഇന്നലെ സിനിമയ്ക്ക് 1 ലക്ഷം രൂപ 50 ലക്ഷമല്ല 50,000 രൂപയോളമാണ് സിനിമയ്ക്ക് വന്നിരിക്കുന്നത്. ഇന്നലെ സിനിമയ്ക്ക് 1 ലക്ഷം രൂപയ്ക്കടുത്താണ് ട്രാക്ഡ് കളക്ഷനിലൂടെ വന്നിരുന്നത്. അതായത് 1.5-2 ലക്ഷം രൂപയോളമാണ് സിനിമയ്ക്ക് ഇന്നലെയും വന്നത്. കേരള ബോക്സ് ഓഫീസിൽ നിന്ന് 50 കോടി ടച്ച് ചെയ്തിരിക്കുന്നു ഈ ഒരു സിനിമ. വേൾഡ് വൈഡ് ആയിട്ട് സിനിമ 130 കോടിയും കടന്നിരിക്കുന്നു. ആട് ഒരു വമ്പൻ വിജയമായു എന്ന് ചോദിച്ചാൽ ഒരു ഹിറ്റ് സ്റ്റാറ്റസിലേക്ക് സിനിമ കയറിയിട്ടുണ്ടാകാം എന്നുള്ള പ്രതീക്ഷ മാത്രമാണ്. എന്തായാലും മുതൽ മുടക്കിൻ്റെ ഒരു 80% സിനിമ തിരിച്ച് പിടിച്ചിട്ടുണ്ട്. ഫൈനൽ റണ്ണിൽ ഒരു പക്ഷേ സിനിമ ഒരു പ്രോഫിറ്റ് ഇതിലേക്ക് വരാം. വമ്പൻ ബഡ്ജറ്റാണ് സിനിമയുടെ ഒരു വില്ലനായി നിൽക്കുന്ന കാര്യമെന്ന് നമുക്ക് ഒരു ദുരൂഹ സാഹചര്യത്തിൽ ചാക്കോച്ചൻ്റെ ഈ ഒരു പടം അത്ര ഗംഭീരമായില്ല എന്ന് തുടക്കം തന്നെ നമുക്ക് കാണാൻ കഴിഞ്ഞു. ആദ്യ ദിനം 70 ലക്ഷം രൂപയോളം ട്രാക്കിങ്ങിലൂടെ വന്ന സിനിമ ഏകദേശം 1 കോടിയോളം കേരള ബോക്സ് ഓഫീസിൽ നിന്ന് നേടിയപ്പോൾ 2ാം ദിനം നേരെ പകുതിയിലേക്ക്, അതായത് വ്യാഴാഴ്ച വലിയ ഇടിവിൽ നമുക്ക് കാണാൻ കഴിഞ്ഞു. 30 ലക്ഷം രൂപയോളം മാത്രമാണ് സിനിമയ്ക്ക് ട്രാക്ഡ് കളക്ഷനിലൂടെ വന്നത്. അതായത് ഏകദേശം 40-45 ലക്ഷം രൂപ മാത്രമാണ് സിനിമയ്ക്ക് 2ാം ദിവസം വന്നെങ്കിൽ 3ാം ദിവസം വമ്പൻ ഇടിവാണ്. നേരെ പകുതി കുറഞ്ഞ് 16,84,000 രൂപയാണ് 358 ഷോയിൽ നിന്ന് 10,000-നടുത്ത് ടിക്കറ്റുകൾ വിറ്റുപോയപ്പോൾ നേടാൻ കഴിഞ്ഞത്. സിനിമയ്ക്ക് ഇതുവരെ ട്രാക്കിങ്ങിലൂടെ 1,17 ലക്ഷം രൂപയാണ്, അതായത് 1.5 കോടിയോളം നേടാൻ കഴിഞ്ഞു. വേൾഡ് വൈഡ് ആയിട്ട് സിനിമയ്ക്ക് 3 കോടിക്ക് അടുത്ത് മാത്രമാണ് നേടാൻ കഴിഞ്ഞത്. ഒട്ടും പ്രതീക്ഷയ്ക്കൊത്ത് ഉയർന്നില്ല എന്നുള്ളത് തന്നെയാണ് ഈ ഒരു സിനിമയ്ക്ക് നമുക്ക് കാണാൻ കഴിയുന്നത്. ആദ്യ ദിനം 10,30,00,000 രൂപയൊക്കെ പ്രൊജക്റ്റഡ് ആയിട്ട് അല്ലെങ്കിൽ ഒരു സിനിമയുടെ കളക്ഷനായിട്ട് പുറത്തു വന്നെങ്കിലും സിനിമയ്ക്ക് ആ ഒരു രീതിയിലുള്ള നീതി പുലർത്താൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ് നമുക്ക് പറയാനുള്ളത്. എന്തായാലും പള്ളിച്ചട്ടമ്പി, പൃഥ്വിരാജും അതേപോലെ തന്നെ ടൊവിനോയും ഒരുമിച്ചെത്തിക്കഴിഞ്ഞപ്പോൾ ഭേദപ്പെട്ട ഒരു തുടക്കം സിനിമയ്ക്ക് കിട്ടിയെങ്കിലും അത്ര ഗംഭീരമാകുന്നില്ല 3ാം ദിനത്തെയും കളക്ഷൻ. ആദ്യ ദിനം 2,60,00,000 രൂപ ട്രാക്കിങ്ങിലൂടെ നേടിയ ചിത്രം നമുക്ക് കാണാൻ കഴിഞ്ഞത് 3 കോടിയോളമാണ് കേരള ബോക്സ് ഓഫീസിൽ ആദ്യ ദിനം നേടിയത്. 2ാം ദിനത്തിൽ നമുക്ക് കാണാൻ കഴിഞ്ഞത് 1,46,00,000 രൂപയാണെങ്കിൽ നേരെ കുറയുന്നു. അതായത് ഏകദേശം 2 കോടിക്കടുത്ത് വരുന്നു. 3ാം ദിനമായി ഇന്ന് 79 ലക്ഷം രൂപയോളമാണ് വന്നിരിക്കുന്നത്. സിനിമ കേരള ബോക്സ് ഓഫീസിൽ നിന്ന് 6 കോടിക്ക് മുകളിലായി വേൾഡ് വൈഡ് ആയിട്ട് 7-8 കോടിക്ക് മുകളിൽ എത്തിയിട്ടുണ്ടാകാം. ദൃശ്യം 2ൻ്റെ ഫൈനൽ റൗണ്ടിലേക്ക് എത്തുകയാണ്. ഇന്ന് ഒരു ഷോ മാത്രമാണ് സിനിമയ്ക്ക്. വലിയ കളക്ഷൻ ഒന്നും തന്നെ കാണുന്നില്ല. എന്താണെങ്കിലും കഴിഞ്ഞ ദിവസം 1,200 രൂപയാണ് സിനിമയുടെ കളക്ഷനായി വന്നത്. പ്രതീക്ഷയ്ക്ക് വിപരീതമായി ഒരു മോഹൻലാൽ ചിത്രം അങ്ങനെ ഒരു വലിയ പടുകൂറ്റൻ പരാജയത്തിലേക്ക് കൂപ്പുകുത്തുന്ന ഒരു കാഴ്ച കണ്ടു. ദൃശ്യം പോലെയുള്ള ഒരു സിനിമ ആളുകൾ ഏറെ കാണുമെന്ന് നമ്മൾ പ്രതീക്ഷിച്ചതാണെങ്കിൽ ഫൈനലായി നമുക്ക് കാണാൻ കഴിഞ്ഞാൽ 3,63,000 രൂപ മാത്രം കേരള ബോക്സ് ഓഫീസിൽ നിന്ന് നേടി എന്നുള്ളതാണ്. ഈ ഒരു സിനിമ വലിയ പ്രതീക്ഷയായിരുന്നു. തീർച്ചയായും 1 കോടിക്കൊക്കെ മുകളിൽ വരുമെന്ന് പ്രതീക്ഷിച്ചിരുന്നുവെങ്കിൽ ഇന്ന് പ്രേക്ഷകൻ്റെ പൾസ് നമുക്ക് മനസ്സിലാവുന്നു. വെറും ഡപ്പാങ്കൂത്ത് സിനിമകൾക്ക് വേണ്ടി മാത്രം കൊടിപിടിക്കുന്ന ആളുകളായി മാറുന്നു ജനങ്ങൾ എന്നുള്ളതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. നല്ല നല്ല സിനിമകളെ നിഷ്കരണം കാല് ചവിട്ടി പുറന്തള്ളുന്നു എന്നുള്ളതാണ് ദൃശ്യം 2 പോലെയുള്ള സിനിമകൾ എത്തുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത്. ആളുകൾക്ക് തലകുത്തിമറിയാനും വെറുതെ പാട്ട് നമ്മൾ അത് കേട്ടതാണ്. ഈ പറഞ്ഞ പോലെ രാവണപ്രഭു എന്ന സിനിമ ഒരു മനുഷ്യൻ പോലും തിയേറ്ററിൽ കണ്ടിട്ടില്ല. എല്ലാവരും ആർമാദിക്കുകയായിരുന്നു. 3-4 പ്രാവശ്യം കയറി ആർമാദിച്ച് തലകുത്തിമറിഞ്ഞ് തുള്ളുന്ന ഒരു കാഴ്ച, ആ ഒരു സീൻ മാത്രമാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത്. അതുതന്നെയാണ് ഈ ഒരു സിനിമയുടെ പടുകൂറ്റൻ പരാജയം. ഒരുപക്ഷെ മോഹൻലാൽ സിനിമകൾക്ക് റിലീസിൽ ഇത്രത്തോളം ദയനീയമായ പരാജയം വേറെ ഒരു ചിത്രത്തിനും വന്നിട്ടില്ല എന്ന് പറയാം.
പറയാം. ഇത് വളരെ ശോചനീയമായി പോയി എന്ന് തന്നെ പറയാം. പ്രത്യേകിച്ച് ഫാൻസുകാരുടെ കയ്യിൽ നിന്നുള്ള ഈ ഒരു പ്രതികരണം എന്നുള്ളതാണ് എടുത്ത് പറയാനുള്ളത്. സിനിമയുടെ പരാജയമല്ല ഇവിടെ കാണുന്നത്. റിലീസ് ചിത്രങ്ങൾക്കൊക്കെ അത്രേ വാല്യൂ ഉള്ളൂ. പക്ഷേ ഇതിനു മുമ്പ് മോഹൻലാൽ സിനിമയുടെ റിലീസൊക്കെ നമ്മൾ ഗംഭീരമായിട്ട് തന്നെയാണ് കണ്ടിരുന്നത്. വാഴയ്ക്ക് അതിഗംഭീരമായിട്ടുള്ള കളക്ഷനാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. വേൾഡ് വൈഡ് ആയിട്ട് 190 കോടി കടന്ന ചിത്രം ഇന്നത്തോടെ 198 കോടിക്ക് അടുത്തേക്ക് എത്തും. കേരള ബോക്സ് ഓഫീസിൽ നിന്ന് സിനിമയ്ക്ക് ഇന്ന് ഇതുവരെ ട്രാക്കിങ്ങിലൂടെ ലഭിച്ചിരിക്കുന്നത് 3 കോടിക്കടുത്ത് 2,95,00,000 രൂപയോളമാണ് ട്രാക്കിങ്ങിലൂടെ ലഭിച്ചിരിക്കുന്നത്. 1401 ഷോകളിൽ നിന്ന് 1,91,000 ടിക്കറ്റുകൾ വിറ്റപ്പോൾ 2,96,00,000 രൂപ ഇപ്പോൾ തന്നെ ട്രാക്കിങ്ങിലൂടെ വന്നിരിക്കുകയാണ്. അതായത് 3.5 കോടിക്ക് മുകളിലാണ് സിനിമയ്ക്ക് ഇന്നും കളക്ഷനായി ഈ ഒരു നിമിഷം വരെ വന്നിരിക്കുന്നത്. നാളത്തെ പ്രീ സെയിൽ റെക്കോർഡിടുകയാണ്. ഇതിനോടകം തന്നെ 1 കോടി നേടിയിരിക്കുന്നു. 1188 ഷോകളിൽ നിന്ന് 60,000 ടിക്കറ്റുകൾ വിറ്റുപോയപ്പോൾ പ്രീ സെയിലൂടെ 1 കോടി നേടിയിരിക്കുന്നു. അതായത് നാളെ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് 5 കോടിക്ക് മുകളിലുള്ള കളക്ഷനാണ്. കേരള ബോക്സ് ഓഫീസിൽ നിന്ന് 5 കോടിക്ക് മുകളിലും വേൾഡ് വൈഡ് ആയിട്ട് സിനിമയ്ക്ക് 3 കോടിക്ക് അടുത്തും ലഭിക്കുമെന്നുള്ള പ്രതീക്ഷ തന്നെയാണ് നാളത്തെ ദിനം. അങ്ങനെ വരുമ്പോൾ സിനിമ ഇന്നത്തെ വൈകുന്നേരം നാളത്തോടെ സിനിമ 200 കോടി ക്ലബ്ബിലേക്ക് കയറാണ്. ഇന്നത്തെ സിനിമ 100 കോടി കേരള ബോക്സ് ഓഫീസിൽ നിന്ന് നേടുകയും ചെയ്തു. വമ്പൻ പടുക്കൂറ്റൻ വിജയമാണ് സിനിമ നേടിയിരിക്കുന്നത്. ഇൻഡസ്ട്രി ഹിറ്റിലേക്ക് അടുക്കുകയാണ്. വീഡിയോസ് ഇഷ്ടമെങ്കിലും സപ്പോർട്ട് ചെയ്ത് തരാം. ഗ്രേറ്റ് മീഡിയാസ്.